friends, welcome back to Fivia's Kitchen. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇന്ന് നമ്മൾ കുക്കിങ്ങിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രിഞ്ചോൾ കറി, വഴുതനങ്ങ കറിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയതാണ്. രണ്ടും ഓരോന്ന് 250 ഗ്രാം വീതം വരും. അപ്പോൾ രണ്ടും കൂടി ഒരു 500 ഗ്രാം ഉണ്ട് ഏകദേശം. പിന്നെ 2 മീഡിയം സൈസ് ഉള്ളി, 2 തക്കാളി, 3 പച്ചമുളക്, പിന്നെ മസാല 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട്, കടുക്, ഉലുവ, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഫ്രോസൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു അരമുറി തേങ്ങയും കൂടെ വേണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിലും ഉപ്പും. ആദ്യം നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ജസ്റ്റ് ഇതിൻ്റെ ഒരു കളറൊന്ന് മാറുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലെടുത്ത് മാറ്റാം. നമ്മൾ ലാസ്റ്റ് ഒന്നുകൂടെ കുക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ മുഴുവൻ വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ നമ്മൾ തേങ്ങ വറുത്തെടുക്കുക. അപ്പം ഇതിൽ പെണ്ണൊന്നുമില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. കാരണം എണ്ണ മുഴുവൻ വഴുതനങ്ങ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതേ പാനിൽ തന്നെ ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. നമ്മൾ തേങ്ങയുടെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളെ ബാക്കി പരിപാടികളൊക്കെ എടുക്കാം. അതായത് ഉള്ളി തക്കാളിയൊക്കെ വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ അതുവരെ ഈ തേങ്ങ ഒന്ന് ചൂടാറട്ടെ. ഇനി നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കാം. ഉള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കുകയാണ്. നമുക്ക് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളകൊന്ന് ചീന്തിയിട്ട് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് മസാലകൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾ ആഡ് ചെയ്യാം. മഞ്ഞൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പച്ചമസാലേൻ്റെ മണമൊക്കെ പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാല ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം.
തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഈ തക്കാളി നല്ല ജ്യൂസി ആയിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി ഒരുവിധം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം വല്ലാതെ ഉടയണമെന്നില്ല, കാരണം നമ്മളിത് എന്തായാലും ഇതിലും കൂടെ മിക്സിയിലിട്ടിട്ട് അടിക്കാൻ പോവാണ്. അപ്പം ജസ്റ്റ് അതിൽ നീരൊക്കെ ഒന്ന് ഇറങ്ങി വന്നാൽ മതി. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെ വറുത്ത് വെച്ച തേങ്ങയില്ലേ അതൊന്ന് നമുക്ക് ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം അധികം ഒന്നും വേണ്ട, ഒരു അര ഗ്ലാസ് വെള്ളം മതിയാവും. തേങ്ങ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള മസാല അല്ലേ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിനെ ഞാനൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുകയാണ്. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങൻ്റെ കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് എടുക്കണം. പുളി നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഈ പുളി ശരിക്കും നന്നായിട്ട് പുളി വേണം എന്നുള്ള ആളുകൾ മാത്രം ഇട്ടാൽ മതി, കാരണം നമ്മൾ ഓൾറെഡി ടൊമാറ്റോ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് തന്നെ ഒരു പുളി ഉണ്ടാവും. പിന്നെ പുളി കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പുളി യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ ആയിട്ടുള്ള മസാല അല്ലേ അത് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനതിനെ മിക്സിയിലേക്ക് ഇട്ടിട്ട് തേങ്ങയുടെ കൂടെ ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ്. ഞാനിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഞാൻ ബാക്കിയുള്ള പ്രോസസ്സിന് ഞാൻ ഇതാണ് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. കാരണം നമ്മൾ സാധാ സൺഫ്ലവർ ഓയിലിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവും ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പം നമ്മൾ പാന് ചൂടാക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അത് ഉപയോഗിക്കുക, പക്ഷെ വെളിച്ചെണ്ണക്ക് നമുക്കറിയാമല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ വെളിച്ചെണ്ണയിൽ. പാന് ചൂടായി. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് അരച്ച് വെച്ച് കൊടുക്കാം. നല്ല തിക്കാണ്. അപ്പം നമുക്ക് ഈ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക, കാരണം ഇത് കുറച്ചും കൂടെ കുറുകി വരും. ഇനി നമുക്ക് പുളീൻ്റെ വെള്ളം കൂടെ ഒഴിക്കാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് വല്ലാതെ ലൂസാക്കരുത്. ഇനി ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കണ്ടില്ല, ഭയങ്കര ലൂസല്ല, അത്ര തിക്കുമല്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ അതിലിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിന് 5 മിനിറ്റ് അടിച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിനെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കറി ചോറിൻ്റെ കൂടെ, പിന്നെ ചപ്പാത്തിൻ്റെ കൂടെ, പൂരിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്.
പിന്നെ ഈ കറീൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ പച്ചക്കറിയൊക്കെ തിന്നാത്ത കുട്ടികളുണ്ടെങ്കിൽ, പച്ചക്കറികളുടെ ഡിഷ് ഉണ്ടാക്കിയാൽ തിന്നാത്ത കുട്ടികളുണ്ടെങ്കിൽ പോലും ഈ കറി ഭയങ്കര ഇഷ്ടമാവും. കാരണം ഞാനിവിടെ ട്രൈ ചെയ്ത സമയത്ത് കുട്ടികൾ പൊതുവെ പച്ചക്കറി ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ ഞാനിതിവിടെ ഉണ്ടാക്കിയ സമയത്ത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിലെന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര കോംപ്ലിമെൻറ്റ്സ് ഒക്കെ തന്നു എനിക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്നൊരു ഡിഷാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട്